H1B വിസയുടെ ഫീസ് ഡൊണാൾഡ് ട്രംപ് $1,00,000 കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. H1B വിസ ഉപയോഗിച്ച് അമേരിക്കയിലെത്തുന്നതിൽ 71% യുവാക്കൾ ഇന്ത്യക്കാരാണ്. ചൈനയ്ക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ 71% യുവാക്കൾ ഇന്ത്യയിൽ നിന്നാണ് ചെല്ലുന്നത്. ചൈനയ്ക്ക് ഇത് വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മറക്കരുത്. റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. ചൈനയ്ക്കില്ലാത്ത താരിഫാണ് ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ യുവാക്കളല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യയുമല്ല, മറിച്ച് നരേന്ദ്രമോദിയാണ്. എന്തിനാണ് നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് ശത്രുപക്ഷത്ത് നിർത്തുന്നത്? രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധത്തേക്കാൾ വളരെ വലുത്. രാജ്യങ്ങൾക്ക് താല്പര്യം മാത്രമേ ഉള്ളൂ, അല്ല വ്യക്തിപരമായ അടുപ്പമോ സ്നേഹമോ ശത്രുതയോ മിത്രതയോ സൗഹൃദമോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. എന്തിന് മോദിയെ ട്രംപ് എതിർക്കുന്നു? 3 കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാരണം, ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളരുകയാണ്. ഇപ്പോൾ 4ാമത്തെ സ്ഥാനമാണ്. ഏഷ്യയിലെ ചൈനയോടൊപ്പം ഇന്ത്യ കൂടി 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നാൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് അതൊരു ഭീഷണിയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മറക്കരുത്. 10 കൊല്ലം കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയെ 4ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്തെത്തിച്ചത് 10 കൊല്ലം കൊണ്ടാണ്. കൃത്യമായി പറഞ്ഞാൽ 2014 തൊട്ട് 2024 വരെയുള്ള 10 വർഷത്തെ കാലയളവിൽ. പക്ഷെ ഒരു കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. 2004 മുതൽ 2014 വരെയും 10 വർഷമുണ്ടായിരുന്നു. ആ കാലയളവിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് പ്രശസ്തനായ ഒരു ധനകാര്യ ശാസ്ത്രജ്ഞനായിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിന് ചെയ്യാൻ കഴിയാത്ത കാര്യം എങ്ങനെ നരേന്ദ്രമോദിക്ക് ചെയ്തു? മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഈ രാജ്യം 10ാം സ്ഥാനത്തായിരുന്നു 10 വർഷം അദ്ദേഹം ഭരിച്ചപ്പോഴും. അവിടെ നിന്നാണ് 4ാമത്തെ സ്ഥാനത്തേക്ക് മോദി ഇന്ത്യയെ കൊണ്ടുപോയത്. മോദിയിലെ ഒരു അപകടകാരിയായ പ്രധാനമന്ത്രിയെ ട്രംപ് കാണുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അതാണ്. 2ാമത്തെ കാര്യം, പ്രതിരോധ രംഗത്ത് ഇന്ത്യക്കുണ്ടായ വളരെ വലിയ വളർച്ചയാണ്, അവിശ്വസനീയമായ വളർച്ചയാണ്, അത്ഭുതാവഹമായ വളർച്ചയാണ് പ്രതിരോധ രംഗത്ത് നമ്മൾ നേടിയത്. 2004 മുതൽ 2014 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ സബ്മറൈനുകൾ പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാതെ സ്ഫോടനത്തിൽ തകർന്നു പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാനിൽ നിന്ന് ഭീകരന്മാർ വരുന്നു. മുംബൈ, നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ ഇന്ത്യയുടെ പ്രസ്റ്റീജ് ഹോട്ടലായ ടാജ് ആക്രമിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. അതായിരുന്നു ഉണ്ടായിരുന്നൊരു സ്ഥിതി. ഇന്ന് പ്രതിരോധ രംഗത്ത് ഇന്ത്യ കൈവരിച്ച വളർച്ച, 2014 മുതൽ 2024 വരെ ഇന്ത്യ കൈവരിച്ചൊരു വളർച്ച ശരിക്കും മോദി തിരിച്ചറിഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലഘട്ടത്തിലാണ്. സുദർശന ചക്ര എന്ന പേരിൽ ഇന്ത്യ നിർമ്മിച്ച ഒരു മിസൈൽ, അതിൻ്റെ പ്രഹരശേഷി എത്ര വലുതാണ് എന്ന് ഇന്നും ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ DRDOയും അതുപോലെ തന്നെ നമ്മുടെ സൈന്യവും ഒക്കെ ആർജിച്ച പ്രതിരോധ ശേഷി എന്ത് എന്നുള്ള കാര്യം ഇന്നും കൃത്യമായി മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അവർ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് അതിനെ കാണുന്നത്. പ്രതിരോധ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്കയുടെ പ്രതിയോഗിയല്ല ഇന്ത്യ. പക്ഷേ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യം ആയുധങ്ങളെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാക്കി നരേന്ദ്രമോദി മാറ്റി. അതാണ് 2ാമത്തെ കാര്യം. അപ്പോൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യ നേടിയ വലിയ വളർച്ചയാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഇന്ത്യയിലൊരു ഉറച്ച ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നത്. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രതീക്ഷ വെച്ചിരിക്കുന്ന 2 പേരിലാണ്. ഒന്ന് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിലും, 2ാമത്തേത് ബീഹാറിലെ നിതീഷ് കുമാറിലും. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണ പിൻവലിച്ച മോദിയുടെ ഗവൺമെൻറ് നിലം പതിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുണ്ട്? പക്ഷേ അവർക്ക് പിന്തുണ പിൻവലിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം അവർക്ക് മോദിയോടുള്ള വ്യക്തിപരമായ സ്നേഹമോ അടുപ്പമോ ഒന്നും കൊണ്ടല്ല, മറിച്ച് അവർ പിന്തുണ പിൻവലിച്ചാൽ ആ നിമിഷം നരേന്ദ്രമോദി രാജിവെക്കും, ഇലക്ഷൻ പ്രഖ്യാപിക്കും. പിന്നെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എന്താണ്? ആരധികാരത്തിൽ വരും?
എത്ര സീറ്റ് വാങ്ങിച്ച് അധികാരത്തിൽ വരും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബുദ്ധിമാന്മാരായ ചന്ദ്രബാബു നായിഡുവിനും അറിയാം, നിതീഷ് കുമാറിനും അറിയാം. അപ്പോൾ ഒരു ഉറച്ച ഗവൺമെൻറ് തന്നെയാണ് മോദിയുടെ ഗവൺമെൻറ്, ആരെ ആശ്രയിച്ച് നിന്നാലും. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് മോദിയെ ഡീപ് സ്റ്റേറ്റ് അവരുടെ നേതാവായ ട്രംപ് ലക്ഷ്യമാക്കാനുള്ള കാരണങ്ങൾ. പക്ഷെ മോദിയെ തകർക്കുക അത്ര എളുപ്പമല്ല. മോദിയെ തകർക്കാൻ കൃത്യമായി അവരൊരു ത്രിമുഖ തന്ത്രം തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ത്രിമുഖ തന്ത്രത്തെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാം, തള്ളിക്കളയാം, വിമർശിക്കാം, എന്തും ചെയ്യാം. അതിന് 3 തന്ത്രങ്ങളാണ് അവരാവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യത്തെ തന്ത്രം രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി ഒരു കലാപം തന്നെ ഉണ്ടാക്കുക. അതായത് ജൻസി കലാപം ഉണ്ടായതുപോലെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹസീനയുടെ സർക്കാരിനെതിരെ കലാപം ഉണ്ടായതുപോലെ, അല്ലെങ്കിൽ ശ്രീലങ്കയിലുണ്ടായ കലാപം പോലെ ഒരു കലാപം സൃഷ്ടിക്കുക. രാഹുൽ ഗാന്ധി മാത്രമായിട്ട് വിചാരിച്ചാൽ കലാപം സൃഷ്ടിക്കാൻ പറ്റില്ല. ഇവിടെ അസ്വസ്ഥത വളരണം. അങ്ങിമിങ്ങും ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ നടക്കുന്നു എന്ന് പറയണം. അതിന് രാഹുൽ ഗാന്ധി മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതിന് മാധ്യമങ്ങളുടെ പിന്തുണ വേണം. പ്രധാനപ്പെട്ട മാധ്യമങ്ങളെയൊക്കെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ദ ഹിന്ദു ഗവൺമെൻറ്റിനെതിരാണ്. എന്താണ് ഹിന്ദുവിൻ്റെ താല്പര്യം? മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും വലിയ വില കൊടുക്കണ്ട, അത് ചെറിയ ടിപ്പ് കൊടുത്താൽ മതി. ഒരു പോറ്റി ഹോട്ടലിലെ വെയിറ്റർക്ക് കൊടുക്കുന്ന ടിപ്പ് കൊടുത്താൽ മതി. അന്തർദേശീയ രംഗത്ത് ഈ മാധ്യമങ്ങളെ തകർക്കാൻ നിൽക്കുന്ന ജോർജ് സോറസിനെ പോലുള്ള ആളുകൾക്ക് ചെറിയ ടിപ്പ് കൊടുത്താൽ പോരാവുന്ന സാധനങ്ങളിലുള്ള മനോരമയും മാതൃഭൂമിയും ഒക്കെ. അപ്പോൾ ഈ പത്രങ്ങൾ അവരെ ഉപയോഗിക്കുക. പത്രങ്ങൾ മാത്രം പോരാ, ദൃശ്യമാധ്യമങ്ങളും വേണം. ആരെന്ത് പറഞ്ഞാലും ശരി, ഏഷ്യാനെറ്റിനെ പോലുള്ള ദൃശ്യമാധ്യമങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ സംശയാസ്പദമാണ്. അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഗൗരവമായിട്ടൊന്നും എടുക്കുന്നില്ല. ആ മാധ്യമത്തിൻ്റെ നിലപാടിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചുള്ളതിനെക്കുറിച്ചും എനിക്ക് ചിത്രമൊന്നുമില്ല. പക്ഷേ ആ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് ഒരു സത്യസന്ധതയില്ല, സുതാര്യതയില്ല, അന്തസ്സില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മാധ്യമങ്ങൾ കൃത്യമായി ഡീപ് സ്റ്റേറ്റ് ഏതാണ്ട് വിലയ്ക്ക് വാങ്ങിയ സ്ഥിതിയാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ അവരുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം, BJP ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന BJPയിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായും മോദി വിരുദ്ധരുണ്ട്. ഈ മോദി വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുക. ചില മോദി വിരുദ്ധരിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, കോൺഗ്രസ്സുകാർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ നിതിൻ ഗഡ്കരി തന്നെയാണ്. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തന്നെയാണ്. നിതിൻ ഗഡ്കരി ഒളിയമ്പുകൾ ചെയ്യുമ്പോൾ അത് ആർക്ക് നേരെയാണ് ഒളിയമ്പുകൾ ചെയ്യുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളീയനും അറിയാം, ഗോതമ്പ് കഴിക്കുന്ന ഉത്തരേന്ത്യക്കാരനും അറിയാം. അപ്പോൾ കൃത്യമായി ഗഡ്കരിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരുപക്ഷെ തന്നെക്കാൾ ജൂനിയറായ നരേന്ദ്രമോദിയും ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു നേതാവായതിലുള്ള അസൂയയാകാം, അതല്ലെങ്കിൽ അസഹിഷ്ണുതയാകാം, അതുമല്ലെങ്കിൽ മറ്റു ചില കച്ചവട താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളും ആകാം. എന്തായാലും ശരി, നിതിൻ ഗഡ്കരിയുടെ നിലപാടുകളും പ്രസ്താവനകളും ദുരൂഹമാണ്. പക്ഷേ നരേന്ദ്രമോദി നിശബ്ദനാണ്. കാരണം നിതിൻ ഗഡ്കരി തനിക്കൊരു പ്രതിയോഗിയല്ല എന്ന് നന്നായിട്ട് തന്നെ നരേന്ദ്രമോദിക്കറിയാം. അപ്പം നിതിൻ ഗഡ്കരിയെ മുന്നിൽ നിർത്തി BJPയിൽ ഒരു കലാപമുണ്ടാക്കാൻ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് മോദി വിരുദ്ധർ ശ്രമിക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രി ആക്കിയാൽ പ്രതിപക്ഷം പിന്തുണ കൊടുക്കാം എന്ന മട്ടിൽ പോലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ എൻ്റെ ചില പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറയുന്നത്. അവരൊക്കെ പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരിക്ക് മോഡിയുടെ ഒരു ലോയൽറ്റിയുമുള്ള ഒരാളല്ല. പക്ഷേ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നിതിൻ ഗഡ്കരിയുടെ പെർഫോമൻസ് എക്സലൻ്റാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തിളങ്ങണമെന്നൊന്നുമില്ല. ഹോട്ടലിലെ നല്ല പാചകക്കാരൻ, നല്ല ഷെഫ് ഹോട്ടൽ മാനേജറായിട്ട് തിളങ്ങണമെന്നൊന്നുമില്ല. ആഹാരം വയ്ക്കാൻ അറിയാം, അപ്പുറമൊന്നുമില്ല. അതിനപ്പുറം എന്തെങ്കിലും ഒരു പ്രാധാന്യം ഗഡ്കരിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നിഷ്പക്ഷരായ ചില ആളുകൾ, അത് കഴിഞ്ഞ കാലത്തെ ചില ഉദ്യോഗസ്ഥ പ്രമാണിമാർ, അവരെ മുന്നിൽ നിർത്തി ഗവൺമെൻറ്റിനെതിരെ പ്രചരണം നടത്തുക. അതിൽ രണ്ട് പേരെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിലൊന്ന് PDT ആചാര്യയാണ്. അദ്ദേഹം മലയാളിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ, അദ്ദേഹം പത്തനംതിട്ടയിൽ കടമ്മനിട്ടക്കാരനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ എന്ന് എനിക്കറിഞ്ഞില്ല. എന്തായാലും അദ്ദേഹം മലയാളിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. 14ാമത്തെ ലോക്സഭയിലും 15ാമത്തെ ലോക്സഭയിലെയും കാലഘട്ടത്തിൽ അദ്ദേഹം ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. ഈ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗാണ്.
സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് സ്പീക്കറും പ്രധാനമന്ത്രിയുമായിട്ട് ആലോചിച്ചാണ് സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. അത് സീനിയറായിട്ട് ഒരുപാട് ആളുകളുണ്ട്, അവർ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് അവരൊന്നും ആലോചിച്ചിട്ടാണ്. 14ാമത് ലോകസഭയുടെ കാലഘട്ടത്തിൽ സോംനാഥ് ചാറ്റർജി ആയിരുന്നു സെക്രട്ടറി ജനറൽ. അദ്ദേഹം CPMൻ്റെ നേതാവായിരുന്നു, കടുത്ത ഇടതുപക്ഷക്കാരനാണ്. ആ സോംനാഥ് ചാറ്റർജി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിട്ട് ആലോചിച്ച് ഒരു സെക്രട്ടറി ജനറലിനെ വെച്ചു എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടറി ജനറൽ സോണിയാഗാന്ധിയുടെ നോമിനിയാണെന്നറിയാൻ നമ്മൾ വലിയ അധികം ചിന്തിച്ച് തലപുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ശരി, സോംനാഥ് ചാറ്റർജിയാണ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് 14ാം ലോക്സഭയുടെ കാലഘട്ടത്തിൽ സെക്രട്ടറി ജനറലാക്കിയത്. പിന്നീട് അതിന് ശേഷം 2009 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലോക്സഭയുടെ സ്പീക്കറായിട്ട് മീരാ കുമാർ വന്നു, ഒരു കോൺഗ്രസ്സുകാരിയാണ്. മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയാണ്. ആ കാലഘട്ടത്തിൽ മീരാ കുമാറും ആയിട്ട് ആലോചിച്ചിട്ടാണ് 15ാമത്തെ ലോക്സഭയുടെ കാലഘട്ടത്തിലും സെക്രട്ടറി ജനറലായിട്ട് PDT ആചാര്യയ്ക്ക് കാലാവധി നീട്ടിക്കൊടുത്തത്. അപ്പോൾ വളരെ വ്യക്തമാണ്, PDT ആചാര്യയുടെ നിയമനം പൊളിറ്റിക്കലാണ്. കോൺഗ്രസ് സർക്കാർ നടത്തിയ ഒരു നിയമനമാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ദയാദാക്ഷിണ്യത്തിൽ സെക്രട്ടറി ജനറലായ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഈ PDT ആചാര്യ. PDT ആചാര്യ റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം എഴുതിയ ചില ലേഖനങ്ങൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. ആ ലേഖനങ്ങൾ, അതിൽ ഒന്നാമത്തെ ഒരു ലേഖനം ദ ഹിന്ദു എന്ന് പറയുന്ന ദേശീയ ദിനപത്രത്തിൽ 2025 ഓഗസ്റ്റ് 27 വന്ന ഒരു ലേഖനമാണ്. ആ ലേഖനത്തിലെ PDT ആചാരി എഴുതിയിരിക്കുന്നത്, ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ ഗവർണർക്കും പ്രസിഡൻറ്റിനും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് മഹത്തായൊരു വിധി പ്രഖ്യാപനം വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയ മഹത്തായൊരു വിധി പ്രഖ്യാപനമാണ്. അധികാരമില്ലാത്ത കാര്യം ആരുപയോഗിച്ചാലും അവർ അപഹാസ്യരായിട്ട് മാറും. അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ അപഹാസ്യരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിൻ്റെ പുറത്തോ ആയിരിക്കാം. എന്തായാലും ശരി, ബില്ലിൽ ഒപ്പുവയ്ക്കാൻ സമയപരിധി നിശ്ചയിച്ചത് ശരിയാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഭരണഘടനാ ബെഞ്ചിന് തന്നെ കൃത്യമായിട്ടൊരു രൂപമില്ല എന്നുള്ളതാണ്. പക്ഷേ PDT ആചാരി പറയുന്നതൊക്കെ വളരെ കറക്റ്റാണ്. ഒപ്പുവെക്കാനായിട്ട് ഒരു സമയപരിധി നിശ്ചയിക്കണം എന്ന് തന്നെയാണ് PDT ആചാര്യയുടെ ഒരു നിലപാട്. അത് കഴിഞ്ഞ് രണ്ടാമത് അദ്ദേഹം വേറൊരു ലേഖനം എഴുതി, അത് അദ്ദേഹത്തിനെ കൂടുതൽ അപഹാസ്യനാക്കുന്നത്. അത് 2025 സെപ്റ്റംബർ 18 ദ ഹിന്ദു പത്രത്തിൽ തന്നെ അദ്ദേഹം എഴുതി. അത് ബാംഗ്ലൂർ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മഹാദേവപുര കോൺസ്റ്റിറ്റ്യുവൻസി. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായ ചില അപാകതകൾ, അതിൻ്റെ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി ഒരു പപ്പുവാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് ആരാ ഇന്ത്യയിൽ പ്രാധാന്യം കൊടുക്കുന്നത്? PDT ആചാര്യയ്ക്ക് കൊടുക്കാം. അദ്ദേഹത്തിനെ നിയമിച്ച പാർട്ടിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നിയമിച്ച ആളിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അതൊക്കെ കൊടുത്തോട്ടെ. മഹാദേവപുരയിൽ തന്നെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന സകല ഡോക്യുമെൻറ്റ്സും ഫേക്ക് ഡോക്യുമെൻറ്റ്സാണ്. അത് കൃത്യമായി അറിയുന്നതിന് മുമ്പാണ് PDT ആചാരി ഈ പറഞ്ഞതുപോലെ 18 സെപ്റ്റംബറിൽ അദ്ദേഹം ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനം എഴുതി. എന്ന് പറഞ്ഞാൽ കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്ത ഒരു മണ്ടൻ സെക്രട്ടറി ജനറലാണ് ഈ PDT ആചാര്യ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാം എന്ന് അദ്ദേഹത്തിന് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവത്തിനോട് സഹതപിക്കുകയല്ലാതെ നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അദ്ദേഹമാണ് ഒരാൾ. വേറൊരു മഹാനായ ഒരാളുണ്ട്. അദ്ദേഹം 17ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. 17ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ പേര് SY ഖുറേഷി എന്നാണ്. 2010 മുതൽ 2012 വരെയുള്ള കാലയളവിലാണ് ഈ ഖുറേഷി എന്ന് പറയുന്ന ദിവ്യാത്മാവ് ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്നത്. അദ്ദേഹത്തിനെ അന്ന് നിയമിച്ചത് ആരുടെ കൺസെൻറ്റോടാണെന്ന് ചോദിച്ചാൽ പ്രതിഭ പാട്ടീലിൻ്റെ. പ്രതിഭ പാട്ടീൽ ആരായിരുന്നുവെന്ന് ഒരുമാതിരി പത്രം വായിക്കുന്നവർക്ക്, ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കറിയാം ആരായിരുന്നു പ്രതിഭ പാട്ടീൽ, പ്രതിഭ പാട്ടീലിൻ്റെ കാലിബർ എന്തായിരുന്നു ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിലെ ഏറ്റവും എനിക്ക് ദുഃഖം തോന്നുന്നത് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാധനനായൊരു വലിയ മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ടൈം കൊടുക്കാതാണ് ഈ പ്രതിഭ പാട്ടീലിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ സോണിയാഗാന്ധി തീരുമാനിച്ചത്. സോണിയാഗാന്ധിയുടെ തീരുമാനമല്ല, മൻമോഹൻ സിംഗിനും ഖുറേഷിക്കും PDT ആചാര്യക്കും ഇവിടെ ഒരു റൂളും ഇല്ല. അതൊക്കെ സോണിയാഗാന്ധിയുടെ തീരുമാനമായിരുന്നു. അങ്ങനെ സോണിയാഗാന്ധി അത് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രതിഭ പാട്ടീൽ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ നിയമിച്ച ഒരു മഹാധീരനായ വീരശൂര പരാക്രമിയാണ് ഈ SY ഖുറേഷി. 2010 തൊട്ട് 12 വരെ അദ്ദേഹമായിരുന്നു ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 3 പരാതിയാണ് പ്രധാനമായിട്ടുള്ളത്.
ആ സ്റ്റേറ്റ്മെൻറ്റ് പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ പത്രത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഞാനീ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നടത്തിയ പരാമർശങ്ങൾ മോശമായ ഭാഷയിലായിരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗണേഷ് കുമാറിൻ്റെ പത്രസമ്മേളനം മുഴുവൻ സമയം കേട്ട ഒരാളാണ് നിങ്ങളെപ്പോലെ ഞാനും. എവിടെയെങ്കിലും അൺപാർലമെൻ്ററി ആയൊരു വാക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. പ്രേക്ഷകർക്കും അങ്ങനെ കേട്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്ത് വാക്കാണ് ഉപയോഗിച്ചത് എന്ന് ഖുറേഷി പറയുന്നില്ല. അത് ഈ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നടരാജൻ കമ്മീഷനെ വെച്ച പോലെയായിരുന്നു. ഒരു മാനസിക രോഗി ഒരുത്തൻ വന്നിരുന്ന്, അയാൾക്ക് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരുത്തനായിരുന്നു. അയാൾ വന്ന് നിന്ന് എന്തൊക്കെയോ പുലമ്പിച്ചു പോയി. അവിടെ കോടതിയിലെ ഹാജരായ ആളുകൾ തന്നെ പറഞ്ഞു, ഈ മനുഷ്യനെ പിടിച്ച് ആരാക്കിയത്, ഇങ്ങനെ എങ്ങനെ ഇവിടെ വന്നു എന്ന് തന്നെ ചോദിച്ചു. അപ്പോൾ ഖുറേഷിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആശയദാരിദ്ര്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ഭാഷ, ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച ഭാഷ അശ്ലീലമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഖുറേഷി അടിയന്തരമായിട്ട് മാനസികമായ എന്തെങ്കിലും പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ കേട്ട ഒരു പത്രസമ്മേളനത്തിൽ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരുത്തം മാത്രം കണ്ടുപിടിച്ചു. അത് ഈ SY ഖുറേഷി എന്ന് പറയുന്ന പുണ്യാത്മാവാണ്. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചത്, രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലം നൽകണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഭയങ്കര കുഴപ്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരാതി സത്യവാങ്മൂലത്തിലൂടെ അല്ലാതെ എങ്ങനെ അറിയും മിസ്റ്റർ ഖുറേഷി? കേരളത്തിൽ വന്ന് പാഴൂർ പടിപ്പരയിൽ പ്രശ്നം വെച്ച് മറുപടി നൽകണമെന്നാണോ താങ്കൾ ഈ പറയുന്നത്? താങ്കൾ എവിടുത്തുകാരനാണ്? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇയാളെയൊക്കെ പിടിച്ച് ഈ പദവിയിലൊക്കെ ഇരുത്തിയതാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം. പത്രത്തിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യൻ്റെ ഏറ്റവും മ്ലേച്ഛമായ ആ പ്രസ്താവനയിലെ ഭാഗം, നേപ്പാളിലെ യുവാക്കൾ നടത്തിയ കലാപങ്ങൾ ജനാധിപത്യത്തിനെ ശാക്തീകരിക്കുന്നതാണെന്നും ഇന്ത്യയിലെ യുവാക്കൾ അത് കണ്ടുപിടിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. രാജഭരണകാലത്തായിരുന്നെങ്കിൽ മുക്കാലി കെട്ടിയിട്ട് അടി കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കളുടെ കലാപത്തിന് ആഹ്വാനം ചെയ്ത ഒരു അധമനായിരുന്നു 17ാമത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. രാജ്യത്തിന് അപമാനമല്ലേ? ആലോചിച്ച് നോക്കണ്ടേ? ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ ഇവിടെ ഒരു കാര്യം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന കാലഘട്ടത്തിൽ മഹാബലി കേരളം ഭരിച്ചിരുന്ന പോലെയാണ്. എല്ലാവരും ഒന്നുപോലായിരുന്നു, കള്ളമില്ല, ചതിയുമില്ല, ഒന്നുമില്ലാതെ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും സുവർണ്ണ യുഗം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്ന കാലത്താണ്. അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. അദ്ദേഹം തന്നെ സ്വയം പറയുകയാണ്, അദ്ദേഹം വീരവിക്രാന്തനാണ്, വില്ലാളി വീരനാണ്, വീരമണികണ്ഠനാണെന്ന് ഖുറേഷി തന്നെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ എന്തോ തകരാറ് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഇത്തരം ചില ആളുകളെ മുന്നിൽ നിർത്തി ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനോ ഈ ഗവൺമെൻറ് ചെയ്യുന്ന ജനോപകാരപ്രദമായ നയങ്ങളെ എതിർക്കാനോ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ തുടങ്ങിയാൽ നിങ്ങൾ എങ്ങും എത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, അടുത്തൂൺ പറ്റി ഇനിയും മറ്റ് ജോലിയൊന്നുമില്ലെങ്കിൽ തന്നന്തരം കൊടുപ്പ് ശരീരത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ച് കൊച്ചുമക്കളുമായിട്ട് കളിച്ചുകൊണ്ട് ഫ്ലാറ്റിലോ വീട്ടിലോ വില്ലയിലോ എങ്ങാനും ഒതുങ്ങിക്കൂടുന്നതാണ് നല്ലത്. പുതിയ ഇന്ത്യയെക്കുറിച്ച് എൻ്റെ പൊന്നു SY ഖുറേഷി, മലയാളിയായ PDT ആചാരി, നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ കാടളക്കുമ്പോഴൊക്കെ നരേന്ദ്രമോദി നിശബ്ദനാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി നിശബ്ദനായിട്ട് നിൽക്കുന്നത്? മോദിക്കറിയാം 140 കോടി ജനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് മോദി നിശബ്ദനായിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ബഹളം വയ്ക്കാം, പ്രസ്താവന ഇറക്കാം. പാവങ്ങൾ സഹതാപം അർഹിക്കുന്ന 2 ജന്മങ്ങളെക്കുറിച്ച്, 2 ആത്മാക്കളെക്കുറിച്ച് മാത്രം ഞാനിത് പരാമർശിച്ചത്. ഇന്ത്യയിൽ കലാപം നടത്താൻ, ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി ഇന്ത്യയെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതും ഈ PDT ആചാര്യയെക്കുറിച്ചും SY ഖുറേഷിയെ കുറിച്ചുമൊക്കെ ഇത്രയും പറഞ്ഞതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.